ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മൂമ്മയുടെ അപ്ഡേറ്റ്സ് എല്ലാ വീക്കും വന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വീക്കും അങ്ങനെ പറയാൻ പറ്റിയ അപ്ഡേറ്റ്സുകൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും ഹെൽത്ത് വൈസ് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇമ്പ്രൂവ്മെൻ്റ് അല്ല, അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും അമ്മൂമ്മയ്ക്കില്ല. പിന്നെ ഈ റീസെൻ്റ്ലി കൂടെ അമ്മൂമ്മയ്ക്ക് കുറച്ച് അസ്വസ്ഥതകൾ വന്നപ്പോൾ സോഡിയം ആസ് യൂഷ്വൽ എല്ലാവരും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ ഡോക്ടറും പറഞ്ഞു സോഡിയം ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സോഡിയം ടെസ്റ്റും നോർമലാണ്. പിന്നെ HB കുറച്ച് കുറവുണ്ട്, അതായത് അധികം ഭക്ഷണം കഴിക്കത്തില്ലാത്തത് കൊണ്ട് കുറച്ച് കുറവ്, അതായത് ഒത്തിരി പേടിക്കേണ്ട അളവിലൊന്നും അല്ല. പിന്നെ ആസ് യൂഷ്വൽ എല്ലാം നോർമലാണ്. പിന്നെ അമ്മൂമ്മയുടെ ഏജിൻ്റെ ഈ ഒരു ഭയം, പിന്നെ ഏറ്റവും കൂടുതൽ അമ്മൂമ്മയ്ക്ക് ഭയമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡയപ്പർ വെക്കുന്നതാണ്. നിങ്ങൾക്കറിയാലോ, ടോയ്ലറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മൂമ്മ. പിന്നെ ഈ ഒരു പനി വന്നതിന് ശേഷം പോകാൻ വയ്യാതായി. അപ്പോൾ ഡയപ്പർ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ എണീക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അമ്മൂമ്മയുടെ വിചാരം എല്ലാം തീർന്നു. അങ്ങനെ ആ ഒരു ഭയമാണ് അമ്മൂമ്മയ്ക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ റെഗുലറായിട്ട് ഒരു വീക്ക്ലി 3 ഡേയ്സെങ്കിലും ഞാൻ അവിടെ പോകും. അപ്പോൾ ഇന്നലെയും പോയി, ഇന്നും പോയി. ഇപ്പം ഇന്ന് ഞാൻ പോയിട്ട് ഇപ്പോൾ വന്ന ഉടനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെയധികം, ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ബാക്ക് ടു ബാക്ക് വന്ന് അമ്മൂമ്മയെ കാണുന്നുണ്ട്. അമ്മൂമ്മ എൻഗേജ്ഡ് ആക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. കാരണം അമ്മൂമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പേടി കയ്യിൽ ആരെങ്കിലും എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു പോരുന്ന സമയം വരെ കൈ ഇങ്ങനെ പിടിച്ച് തൂത്തുകൊണ്ടിരിക്കണം. കാരണം അമ്മൂമ്മയ്ക്കൊരു ഉറപ്പ് വേണം അടുത്ത ആളുണ്ടെന്ന്. അടുത്ത ആളില്ലാത്ത ഒരു നിമിഷം ആർക്കെങ്കിലും ആ റൂം വിട്ടൊന്ന് പുറത്തു പോകുമ്പോഴാണ് കൂടുതലും ഈ പേടി വരുന്നത്. പിന്നെ ഒത്തിരി അധികം എന്താ പറയുക, സംസാരിച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അല്ലാതെ മെമ്മറി ഇഷ്യൂസ് അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഒന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പം ആസ് യൂഷ്വൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം തന്നെയാണ്. ആൾക്കാരെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് ചെന്ന് ആരാ ഞാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം എടുത്തിട്ടാണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാവും. പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, എനിക്കൊരിക്കലും അമ്മൂമ്മയ്ക്ക് വയ്യേ അങ്ങനെ ഒന്നും പോയി ഞാൻ അമ്മൂമ്മയോടായിട്ട് ചോദിക്കത്തില്ല. അപ്പം അമ്മൂമ്മയോട് ഞാൻ പോകുമ്പോൾ അമ്മൂമ്മ ഓണമായി, ഇന്ന് അത്തമാണ്, അപ്പോൾ ഇന്നലെ ഇതായിരുന്നു അതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഓണത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അമ്മൂമ്മ ഇതൊക്കെ ഒത്തിരി ആഘോഷിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നത് കൊണ്ടും ഈ ഒരു അത്തം മുതൽ അമ്മൂമ്മയുടെ ഓരോ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പെരുവാക്കുക, ചീട ഉണ്ടാക്കുക, പിന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ഓണം അമ്മൂമ്മയുടെ ഒരു മെന്റലി ഒരു എനർജിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മ ചീട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞു തന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് പിന്നെ അത് നോർമലി നമ്മൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അമ്മൂമ്മ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്രായത്തിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു പ്രായത്തിൽ ഇനിയിപ്പോൾ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഏജിങ് അതൊരു വലിയ സത്യം തന്നെയാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അമ്മൂമ്മ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ചില സമയത്തൊക്കെ കരയാറുണ്ട്. അപ്പോൾ പേരമ്മ ആയാലും ഫുൾ ടൈം വീട്ടിലെല്ലാവരും അടുത്തായിരിക്കുന്നത്. അതായത് ഇത്രയും ഞാൻ എപ്പോഴും ഇത് ശരിക്കും എൻ്റെ സ്വന്തം അമ്മൂമ്മ ഞാൻ കണ്ടുവെക്കുമല്ല, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഒരിക്കലും ഒരു ഏജിന് മേലെ ആഗ്രഹിക്കുന്നില്ല ജീവിച്ചിരിക്കാൻ കൂടെ. ചിലപ്പോൾ എനിക്ക് പേടി ഇത് ആരും നമ്മളെയൊക്കെ നോക്കാനില്ല എന്നുള്ളൊരു ഭയം നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഒരു അങ്ങേയറ്റം ഒരാൾക്ക് ദൈവം നല്ല ആയുസ് കൊടുക്കുന്ന ഒരു 80 years അതൊക്കെ ആയിരിക്കും. അതിന് മേലെയൊക്കെ ഇരിക്കുവാണെങ്കിൽ അമ്മൂമ്മയെ പോലെ ഇരിക്കണം, അല്ലേ? അമ്മൂമ്മയെ പോലെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചെയ്യുന്ന ആളായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് ചെറിയ സപ്പോർട്ടൊക്കെ വേണം. ഈ ഒരു 1 year ആയിട്ടേ ഉള്ളൂ കുറച്ച് കൂടുതലും നമ്മൾ കുറച്ച് ആരുടെയെങ്കിലും അസിസ്റ്റൻസ് ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ നോക്കാം. അത് കഴിഞ്ഞ് കിടന്നു കഴിയുമ്പോഴും ഇത്രയും പരിചരിക്കാൻ ആൾക്കാർ ചുറ്റുമുള്ള ഒരാളെ നിങ്ങളെ അത് വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു നോട്ടക്കുറവ് അങ്ങനെയുള്ള ഒന്നും ഇവിടെ ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. കാരണം ഞാൻ ഇത്രയും ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഈ ഏജിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് വയസ്സായവരെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ഇപ്പം മേലാതെ കിടക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കൂടെ നമ്മൾ ഇന്നവരെയൊക്കെ കാണാൻ പോകുമല്ലോ, ഓരോ ആൾക്കാരെയൊക്കെ കാണാൻ പോകുമ്പോൾ അവരൊക്കെ കിടക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നോക്കും, ഒരു ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ ഇത്രയും അസിസ്റ്റൻസ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മൂമ്മയ്ക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പിന്നെ ഞാൻ പറയുമ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഓണം ഞങ്ങളെ സംബന്ധിച്ച് ഈ വർഷം അങ്ങനെ ഓണാഘോഷം ഒന്നുമില്ല. പിന്നെ ഒരു കല്യാണമുണ്ട്, പേരമ്മയുടെ അനിയത്തിയുടെ മകന്റെ കല്യാണമാണ് ഈ ഞായറാഴ്ച. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇപ്പം നാട്ടിൽ വന്നേക്കുന്നത്. ഇപ്പം എല്ലാ അവരുടെ റിലേറ്റീവ്സും ഈ ഒരു ടൈമിൽ നാട്ടിൽ വരും. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ അയ്മനം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നാളെ കഴിഞ്ഞ്, അതായത് നാളെ കഴിഞ്ഞാന്ന് തോന്നുന്നു, ചൊവ്വാഴ്ച കൊടിയേറ്റാണ്. അപ്പോൾ ആ ഒരു സമയം മുതൽ പിന്നെ ഒരു 7 ദിവസം മൊത്തം ഉത്സവം, തിരുവോണം കഴിയുമ്പോൾ കൊടിയിറങ്ങും. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും, അപ്പം ഞങ്ങളുടെ പണ്ടത്തെ സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാ റിലേറ്റീവ്സും ഇവിടെ വരും ഈ ഒരു സമയത്ത്. അന്നേരം ഞങ്ങളൊരു കൂട്ടുകുടുംബം സെറ്റപ്പായിരുന്നു ഈ ഒരു സമയത്തൊക്കെ. ഓണം ഇതിലൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കായിരുന്നു ഞാനൊക്കെ ഇപ്പോൾ താമസിക്കുന്നത്. ഈ വീടല്ല, പഴയ വീട്ടിലായിരുന്നു എല്ലാവരും വന്ന് നിൽക്കുന്നത്. എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അവിടെ ഞങ്ങൾക്കൊരു പ്രശ്നവും. ഇവിടെ ചില ദിവസങ്ങളിലൊക്കെ 25-30 പേരൊക്കെ ഡെയിലി ഉണ്ണുന്ന സമയം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഓണത്തിന്റെ സമയമൊക്കെ ആകുമ്പോഴും. അല്ലാത്ത സമയത്തും ഒക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും കൂടുതലും ആ ഒരു സമയത്തൊക്കെ. ഇവിടെ എൻ്റെ വീഡിയോ കാണുന്ന ഞങ്ങളുടെ കുറേ ബന്ധുക്കാരെല്ലാവർക്കും ഞാൻ ഈ പറയുന്നത് അറിയാം. എല്ലാവരും ഓണത്തിന് അമ്പലത്തിൽ തൊഴുത് ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അന്ന് അമ്മൂമ്മ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്, പഴയ എൻ്റെ ചെറുപ്പകാലത്തെ കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ വലിയച്ഛനും പേരമ്മയും അവിടെ വീട് വെച്ചപ്പോഴും അമ്മൂമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞു എല്ലാവരും അവിടെയും വരും. ഞങ്ങൾ ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിക്കൊക്കെ ജോലി കിട്ടിയ സമയം, അവരുടെ ഏജിലുള്ള എല്ലാവർക്കും ഏകദേശം ജോലിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കിവിടെ ഓണം സെലിബ്രേഷൻ കളികളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഇവിടെ തിരുവാതിര കളിക്കുമായിരുന്നു ആൾക്കാർ ഞങ്ങളുടെ മുറ്റത്ത്. എനിക്ക് തോന്നുന്നത് ഏത് ഇയർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, വളരെ ഹാപ്പി ആയിട്ട്. ഞാനൊക്കെ ഒരു 5th-ലാണോ 4th-ലാണോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ മുറ്റത്ത് തിരുവാതിര പിള്ളേരെല്ലാം കൂടെ കളിക്കുമായിരുന്നു. കേട്ടിട്ടുണ്ട്. പിന്നെ അമ്മൂമ്മ പഴയ കാലത്ത് ഇവിടെ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് ഇതൊരു തറവാട് വീടായിരുന്നു. പേരമ്മ കഥകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ ഇതൊക്കെ ഉള്ള ഇവിടെ തലയിട്ട കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇവിടെ അധികം ആൾക്കാരും വന്ന് വളരെ എൻഗേജ്ഡ് ആയിരുന്നു ആ ഒരു സമയം. പക്ഷെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓണം എന്ന് പറയുന്നത്, ഇന്ന് അത്തമാണെന്ന് ഉച്ചയ്ക്ക് TV കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. കാരണം അത്രയ്ക്കും നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ പോയി ഡിസ്കണക്റ്റ് ആയിപ്പോയി. അപ്പം അമ്മൂമ്മ മേലാതെ കിടക്കുമ്പോഴും എൻ്റെ ഒരു വിഷമവും ഈ ഒരു വർഷം എന്താണെന്നറിയില്ല, എനിക്ക് ആ ഒരു വിഷമം വരാൻ കാരണം, ഒന്ന് ഈ ഒരു ദിവസം മുതൽ അമ്മൂമ്മ പറയും, ഇന്ന് നിനക്ക് ചെല്ലുമ്പോഴേ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പറഞ്ഞായിരുന്നു, നിനക്കറിയാം ഇന്ന് അത്ത ആണെന്ന് പറയും. ആ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഇന്ന് അത്ത ആണെന്ന് ഞാൻ അങ്ങോട്ട് ചെന്ന് പറയുമ്പോൾ ഇന്ന് തല കുലിക്കുന്നു, ഓക്കെ അത്തമാണ്, എനിക്ക് തീരെ വയ്യ എന്ന് മാത്രമാണ് പറയുന്നത്. അമ്മൂമ്മ എനിക്കൊരു പായസം വെച്ച് തരാമോ എന്നൊക്കെ ഞാൻ ചുമ്മാ ഇതൊക്കെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ റെസ്പോൺസ് ഭയങ്കരമായിട്ട് എന്താ പറയുക കുറഞ്ഞു. എനിക്ക് ഭയമാണ് ശരിക്കും പറഞ്ഞാൽ. ഭയം എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും വയസ്സായവരെല്ലാവരും, നമ്മുടെ ഒരു പൊതുവെ വയസ്സായവർക്കാണല്ലോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് പിന്നെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു മിസ്സിങ് ചിലപ്പം പറയാൻ പറ്റില്ല. എത്ര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളായാലും നമ്മളിതൊരു എക്സ്പെക്റ്റഡ് ആണ്, എന്തെങ്കിലും ഒന്ന് സംഭവിക്കാം എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടു പോകുന്നു. പക്ഷെ അത് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ചിലപ്പോൾ ഈ ഒരു ചിന്തയായിരിക്കും. അപ്പം ഞാൻ പേരമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇത്രയും വയ്യാതെ കിടക്കുന്ന കാണുമ്പോൾ പേരമ്മയ്ക്കും ഒരു സങ്കടമാണ്. കാരണം എൻ്റെ അമ്മയായാലും അവിടെ വന്ന് കണ്ടിട്ട് പോകുമ്പോൾ അമ്മൂമ്മയ്ക്ക് തീരെ വയ്യ, അങ്ങനെ ഒരു ഇത് പറയും. എന്ന് വെച്ചാൽ ഇനി എന്നാ ചെയ്യും, നമ്മളത് ഇത്രയും വയസ്സുള്ള ആളാണ്, മേലാതാകും, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പിന്നെ അവിടെ പോയി ആ ഒരു കട്ടില്, ആ ഒരു അമ്മൂമ്മയുടെ സെറ്റ്, അമ്മൂമ്മയുടെ ഡ്രസ്സ്, ഇതൊക്കെ പിന്നെ എങ്ങനെ കാണുന്നാണ് കൂടുതലും ഞാൻ എന്താ പറയുക, അതിനെ ഓർത്തിട്ടാണ് ഞാൻ കുറച്ച് വറീഡ് ആവുന്നത്. അല്ലാതെ ഒരു പ്രായമുള്ള ഒരു വ്യക്തിക്ക് എന്തും സംഭവിക്കില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഇത്രയും എൻഗേജ്ഡ് ആയിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുമ്പോൾ നമുക്ക് അത് എവിടെ പോയാലും അത് പിന്നെ തിരിച്ചു വരുമ്പോൾ ആ ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു മിസ്സിങ് ആയിരിക്കും. അപ്പം ഇപ്പോഴും ഞാൻ ആ ഒരു കാര്യത്തെയാണ് ഭയക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ച സമയത്തും ഈ ഒരു കാര്യമായിരുന്നു എനിക്ക് കൂടുതലും എന്താ പറയുക മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ അച്ഛനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഒരുപാട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ
ഓണത്തിനൊക്കെ ഞങ്ങൾ പോലും അത്രയും എൻഗേജ്ഡ് അല്ലാതിരിക്കുമ്പോൾ അച്ഛനാണ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഓണമാണ് പേര് വർത്തില്ല അത് ഇതെന്നൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് അമ്പലത്തിൽ 7 ദിവസം പോവുക, വെള്ളം ഉണ്ടെങ്കിൽ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരിക, എല്ലാം എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ആ ഒരു വ്യക്തി തന്നെ 2024 ഓണം ആഘോഷിച്ചു കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. 25 ഓണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. രണ്ട് മരണം അടുത്തടുത്തായതുകൊണ്ട് അച്ഛനും വലിയച്ഛനും മരിച്ച സമയത്ത്. പക്ഷെ ഈ വീട്ടിൽ പോലും എനിക്കിരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. ഇന്നിപ്പോ ഈ ഒരു വർഷം കഴിയുമ്പം പിന്നെ ഉണ്ടായിരുന്നത് അമ്മൂമ്മയുടെ അടുത്ത് പോവുക, അമ്മൂമ്മയോട് എന്തെങ്കിലും സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു വർഷത്തിൽ ഇപ്പൊ അമ്മൂമ്മയ്ക്കും ഇത്രയും വയ്യാതായി. ഇനിയിപ്പോ എല്ലാരെയും കണക്ട് ചെയ്യുന്ന എന്ത് ഫാക്ടറാണ് ഇവിടെ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഈ വർഷം കഴിഞ്ഞാൽ എവിടെ ആയിരിക്കുമെന്നും എനിക്കറിയില്ല. എങ്ങോട്ടെങ്കിലും പോവുകയോ അല്ലെങ്കിൽ മേ ബി എൻ്റെ പിറവം വീട്ടിലേക്ക് പോവുകയോ ഒന്നും അറിയില്ല. പിന്നെ ഇവിടെ എല്ലാവരുടെ വീട്ടിലും ആരും ഇല്ലാത്ത ഒരു തോന്നലാണ് നിലവിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഓണം എന്ന് പറയുമ്പോൾ ഒരു ഓണം ഫീലിങ്ങേ വരുന്നില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു പൂക്കളം ഇടണമെന്നൊക്കെ ആദ്യം ഒന്ന് ആഗ്രഹിച്ചിരുന്നു, ഒരു ചുമ്മാ ഒരു മൈൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ. പക്ഷെ അതുപോലും ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വരുന്നില്ല. ഞാനിത് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അമ്മൂമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ഈവനിങ് ഞാൻ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ കാഷ്വലി സംസാരിക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചോദിക്കും. പിന്നെ എല്ലാവരും എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്ന കാര്യങ്ങളെല്ലാം അമ്മൂമ്മയ്ക്ക് ഇഷ്ടമാണ്, അത് എൻഗേജ് ചെയ്ത് പറയാനും. പിന്നെ അമ്മൂമ്മയുടെ അടുത്ത് പോകുമ്പോൾ ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ ഏറ്റവും ഇളയ മകനായിരുന്നു. പിന്നെ മൂത്ത വെല്ലിച്ചൻ, രണ്ടാമത്തെ വെല്ലിച്ചൻ, ഇവരെല്ലാം മരിച്ചുപോയി. ഇപ്പോൾ ഒരാളെ ജീവിച്ചിരിക്കുള്ളൂ അമ്മൂമ്മയുടെ ആൺമക്കളിൽ. അപ്പോൾ അമ്മൂമ്മ എപ്പോൾ ചെന്നാലും ചിലപ്പോൾ ഇപ്പോൾ അവരെയൊക്കെയാണ് വിളിക്കുന്നത്. കാരണം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ കൂടുതലും പോകാത്തത്, പിന്നെ എനിക്ക് സമയം കിട്ടാത്തതും. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച വ്യക്തികളെയാണ് അമ്മൂമ്മ പേരെടുത്ത് വിളിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് വയസ്സാകുമ്പോൾ കൂടുതലും അങ്ങനെയുള്ള ഒരു ടെൻഡൻസി കൂടും. പിന്നെ അമ്മൂമ്മയ്ക്ക് മരിക്കാൻ ഭയങ്കര ഭയമാണ്. എന്നോട് എപ്പോഴും അമ്മൂമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് അത് പറയുമ്പോഴും. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്നെ ഓർത്തിരിക്കുമോ എന്നൊരു ചോദ്യം. ഞാൻ പലപ്പോഴും അത് നേരിടുന്ന സമയത്ത് എനിക്കത് ഉത്തരമില്ല. ഞാനത് ചിരിച്ചു കളിച്ചാണ് ആ ഒരു സമയത്ത് അത് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഞാൻ അവിടെ നിന്ന് പോന്നു കഴിയുമ്പോഴും ആ ഒരു ചോദ്യം നമുക്ക് പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോൾ അമ്മൂമ്മ അങ്ങനെ ഒന്നും പോയില്ല, നമ്മളെല്ലാവരും ഇതുപോലെ വർത്താനം പറയും, അങ്ങനെ ഇങ്ങനെ അമ്മൂമ്മ എങ്ങനെ മറന്നു പോകുന്നൊക്കെ പറഞ്ഞാലും ഞാനത് പിന്നെയും ചിന്തിക്കാറുണ്ട്. ആ ഒരു ചോദ്യം മനസ്സിൽ ഒത്തിരി വിഷമം വെച്ചിട്ടാണ് അമ്മൂമ്മ ചിലപ്പോൾ അത് ചോദിക്കുന്നത്. എന്നെ നീ ഓർത്തിരിക്കുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പം അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം അറിയില്ല. ഞാനിങ്ങനെ ഒരു സിറ്റുവേഷൻ അമ്മൂമ്മയ്ക്ക് എന്താ പറയുക പെട്ടെന്നൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിടക്കുമെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ആരും ചിന്തിച്ചിട്ടല്ല ഇവിടെ വീട്ടിൽ. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇപ്പോൾ അമ്മൂമ്മയുടെ മെമ്മറിയിലുള്ളത് എന്താ, അവസാനം അമ്മൂമ്മ കുറച്ച് ഫേമസ് ആണ് എന്ന് അമ്മൂമ്മയ്ക്ക് തന്നെ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അമ്മൂമ്മ ലാസ്റ്റ് ഇപ്പം ഞങ്ങളെയൊക്കെ ഓർക്കുന്നതിലും കൂടുതൽ ഇപ്പം ആരെങ്കിലും റിലേറ്റീവ്സ് വീട്ടിൽ വന്നാലും നമ്മുടെ കൈ തൊഴുത് അമ്മൂമ്മ പറയുന്നത് കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അമ്മൂമ്മ സംസാരിക്കാറ്. അമ്മൂമ്മ ഇപ്പോൾ സംസാരം കുറഞ്ഞാലും അതിന് ഒരാഴ്ച മുമ്പ് വരെ ആരോ കാണാൻ വന്നപ്പോൾ എന്നെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ സ്വന്തം ബന്ധുക്കാർ തന്നെയാണ് വന്നത്. ആര് വന്നാലും അമ്മൂമ്മയുടെ ഒരു ഡയലോഗ് ഇതായിരുന്നു. പിന്നെ ഇന്നലെയായിരുന്നു മിനിഞ്ഞാന്ന് കുറച്ചേറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സോഡിയം ടെസ്റ്റ് ചെയ്തതൊക്കെ. അപ്പോൾ ഇന്നലെ എല്ലാം നോർമലായിട്ട് വന്നു. ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം കുറച്ച് ശരിയായി. പിന്നെ ക്ഷീണം, എണീക്കാൻ പറ്റുന്നില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് അവിടെ ക്ലീനിങ്ങും എല്ലാം. അമ്മൂമ്മ ഈ ഒരു ഏജിൽ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ കിട്ടുന്നത്. ഇതിലും കൂടുതലൊരു ട്രീറ്റ്മെൻറ്റ് ആർക്കും കൊടുക്കാൻ പറ്റില്ല ആ ഒരു ഏജിൽ. ഇപ്പം എൻ്റെ അമ്മയും ഞാനും ഇപ്പോൾ അവിടെ കണ്ടിട്ട് വന്നപ്പോഴും അമ്മ പറഞ്ഞു, ഞങ്ങളെയൊക്കെ വയസ്സാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും നോക്കണം, ഇത്രയും ജീവിച്ചിരിക്കണ്ട, പക്ഷെ ആരെങ്കിലും ഇതിൻ്റെ ഒരു 10-1 നമ്മളെ നോക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. അതുപോലെ ഒരു ഭാഗ്യം അമ്മൂമ്മയ്ക്ക് കിട്ടി. എന്തായാലും അത് ജീവിച്ചിരിക്കുന്ന അത്രയും നാളും തുടരട്ടെ. അപ്പോൾ എന്താ പറയുക, ഞാൻ
വീണ്ടും വീണ്ടും നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീക്കിൽ എനിക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുന്നതിലും കൂടുതൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങളുടെ മക്കളെ പോലും കുറച്ച് എൻഗേജ്ഡ് ആക്കുക. ആ വയസ്സായ ആൾക്കാരുടെ കൂടെ കുറച്ചധികം എൻഗേജ്ഡ് ആക്കി, ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് എന്താ പറയുക, നമ്മളൊരു ഫാമിലി ഹാർമണി പോലും നമ്മൾക്ക് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ അത് ഒരു എന്താ പറയുക പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് വളരേണ്ടത് ഫാമിലിയുടെ കൂടെയാണെന്ന് കുറേ ലേറ്റ് ആയിട്ട് നമ്മളെല്ലാവരും പല സ്ഥലത്ത് പോയപ്പോഴും പല കൂട്ടുകാർ പല പല ബന്ധങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആയി നമ്മൾ അത് ഒരു ഫാമിലി കണക്ഷൻ വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും ഉള്ളത്. നേരത്തെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. വളരെ കണക്റ്റഡേ അല്ലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ തിരിച്ചു വന്ന നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻഡ് ഓഫ് ദി ഡേ ഫാമിലി മാറ്റേഴ്സ്. അത് നമുക്ക് വളരെ തിരിച്ചറിവ് ഉണ്ടാക്കുന്ന ഒരു സമയമാണ് എനിക്കിത്. ഇപ്പൊ ഞാൻ എൻ്റെ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു എൻ്റെ ഫാമിലി എല്ലാ ആൾക്കാരുടെ അടുത്തും സംസാരിക്കുക, പറ്റുന്ന സമയത്തൊക്കെ പോയി മിണ്ടുക. ഇവരെല്ലാം നമ്മൾ കാണുന്ന ആൾക്കാർ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു കൂടെ നമുക്കറിയില്ല. ഇപ്പൊ പറയുന്ന നമ്മൾ പോലും എത്ര നാൾ ഇരിക്കും എന്നറിയില്ല. പക്ഷെ ആ ഒരു സമയത്ത് വളരെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ ട്രീറ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ സ്നേഹമുള്ള ഫാമിലി മെമ്പേഴ്സിനെ എടുത്തു പറയുന്നു. കാരണം നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മൾ അവരോടുള്ള ട്രീറ്റ്മെന്റ് തിരിച്ചുള്ളത്, അല്ലേ? കണക്ഷൻ ആയാലും എല്ലാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ കൂടെ എപ്പോഴും ചേർത്ത് വെക്കുക. പിന്നെ ഓൾവേസ് ബി ഇൻ ടച്ച് വിത്ത് എൽഡർലി പീപ്പിൾ. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള വയസ്സായ ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അവർക്ക് ഈ വയസ്സിൽ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നും നേടാനില്ല. കൂടുതലും എൻഗേജ് ചെയ്യുക, സമയം ചെലവഴിക്കുക. ഒരു 20 മിനിറ്റ്, അതിൽ കൂടുതൽ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതിപ്പോൾ നിങ്ങൾ കുട്ടികൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതില്ലാതെ വരുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതില്ലാതെ വരുമ്പോൾ ഒരുപാട് മിസ്സിംഗ് ഉള്ള വ്യക്തികളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ഉള്ള സമയത്ത് അവരുടെ കൂടെ കൂടുതൽ എൻഗേജ് ആകാൻ ശ്രമിക്കുക. എന്താ പറയുക, അത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയെ തരുള്ളൂ. നമ്മൾ വാട്ട് യു ഗിവ് യു ഗെറ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് കൊടുക്കുമോ അതേ നമുക്ക് കിട്ടൂ. ആ ഒരു കാര്യം ലൈഫിൽ നിന്ന് മനസ്സിലാക്കി പറയുവാണ്. കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂടുതലും എന്താ പറയുക എൽഡർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കുറച്ച് നേരമെങ്കിലും മൊബൈലും എല്ലാം മാറ്റി വെച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. പിന്നെ വയസ്സായവരെ പരിചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നു, അമ്മൂമ്മയുടെ അടുത്ത് നോക്കുന്നത് നിങ്ങൾ അമ്മൂമ്മ ഒത്തിരി ഈസി ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കരുത്. വളരെ ടഫാണ് അമ്മൂമ്മയുടെ കാര്യം ഇപ്പം നോക്കാൻ. കാരണം പിടിവാശി ഇതൊക്കെ അവരുടെ ബൈ ഡീഫോൾട്ട് അവരുടെ ഒരു ഞാനിതെല്ലാം ഒരു അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏജ് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യരിൽ വരുന്നത്. എനിക്കിതൊക്കെ ഒരു പുതിയ അനുഭവമാണ് കാണുന്നത്. കാരണം ഞാൻ അത്രയും വയസ്സായ ആരും കണ്ടിട്ടില്ല വേറെ. അപ്പോൾ ആ ഒരു സമയത്തുണ്ട് പിടിവാശി, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആൾക്കാർ എങ്ങനെയാണ്, ആർക്കും ദേഷ്യം വരുന്നില്ല. അത് വളരെയധികം ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ട്രൈ ചെയ്യുക മാക്സിമം. അപ്പോൾ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓണം ടൈം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഞാൻ ഇനി വരുമ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പറയാം ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.